യെസ് അനീഷ്, എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ ഇങ്ങനൊരു അവാർഡിന് എന്നെ പരിഗണിച്ചതിലും എനിക്കത് കിട്ടിയതിലും ഒരുപാട് എന്താ പറയാ, ഞാനിപ്പോ മാനം മുട്ടിയാണ് ഇപ്പൊ നിൽക്കുന്നത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. കൂടാതെ അനുവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയാ, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഇറ്റ്സ് ഓക്കെ, ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. പറയുന്നു, ബിഗ് ബോസ് ആണ് ആരും അറിയാതെ കിടന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചത്. മതിയട വളഞ്ഞു ഒടിഞ്ഞു പോകും. വേറെ എന്താണ് അനീഷിന്റെ മനസ്സിലുള്ളത്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. ഓക്കെ, സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ആൾക്കാർ തെരഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് കറന്റ് സ്റ്റാൻഡ്? ഫ്രണ്ട്ഷിപ്പ്, ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതൽ ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. കാര്യങ്ങൾ ക്ലാരിറ്റിയോട് കൂടെ ഇത്രയും ആളുകളുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അത് ഏറ്റവും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ലേ. പോട്ടെ, അമ്പി പോനെ പോട്ടറ, അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, നമ്മളോടൊന്നും തോന്നല്ലേ.